إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ ചേരിതിരിഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ സംഘടന ഈ അടുത്ത കാലത്തല്ലെങ്കിൽ ഈ അടുത്ത ഇന്ന വർഷങ്ങൾക്ക് മുമ്പ് മാത്രം ഉണ്ടായതാണ് എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും. സത്യത്തിൽ ഈ ആരോപണങ്ങൾ തികച്ചും അർത്ഥശൂന്യമാണ്. കാരണം ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന എല്ലാ സംഘങ്ങളും ഉൾക്കൊള്ളുന്ന ആശയം ഇസ്ലാമിൻ്റേത് മാത്രമാണ്. അതിനാൽ ഈ സംഘടനകളുടെ പ്രായവും ഇസ്ലാമിന്റെ പ്രായവും ഒന്നു തന്നെ. എങ്കിലും ഉമ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനമായും ഇന്ന് ലോകാടിസ്ഥാനത്തിൽ അറിയപ്പെടുന്നത് അഹ്ലുസുന്ന ഷിയ എന്നീ രണ്ട് സംഘങ്ങളായാണ് അറിയപ്പെടുന്നത്. ഈ ഉമ്മത്തിന്റെ ആരംഭത്തിൽ തന്നെ ഷിയാക്കളും രംഗത്തുണ്ട്. ഇനി നാം പ്രതിനിധീകരിക്കുന്ന സംഘടന ഇതിൽ ഏതിനോടാണ് ഒട്ടുനിൽക്കുന്നത് എന്ന് പരിശോധിച്ചാൽ പ്രശ്നത്തിനുള്ള ഉത്തരമായി മരണപ്പെട്ടവരുടെ സഹായം ലഭിക്കാനെന്ന പേരിൽ അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കലും അതുമായി ബന്ധപ്പെട്ട ഇസ്തിഗാസ തുടങ്ങിയ വാദങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ പേരിൽ വായിക്കപ്പെടുന്ന ഗദ്യപദ്യ മിശ്രിത കാവ്യങ്ങളും അഹ്ലുസുന്നയോടല്ല, അതേസമയം ഷിയായിസത്തോടാണ് ഒട്ടുനിൽക്കുന്നത് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇത്തരം പിഴച്ച ആശയങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗം നമ്മൾ ഷിയാക്കളല്ല എന്ന് വ്യക്തമായി അതിനെ നിഷേധിക്കുകയും അതേസമയം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നു. എന്ത് അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചര്യകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിലയിരുത്തി മാത്രമേ നമുക്ക് എന്നതാണ് ഷിയായിസം, എന്നതാണ് അഹ്ലുസുന്ന എന്ന് വ്യതിരിക്തമായി കൃത്യമായി വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയും. ഷിയായിസം 1400 വർഷങ്ങളായി നമ്മുടെ മുന്നിലുണ്ട്. അതേസമയം അഹ്ലുസുന്നയും 1400 വർഷങ്ങളായി പണ്ഡിതന്മാരിൽ കൂടി പഠിപ്പിക്കപ്പെട്ട രൂപത്തിൽ നമ്മുടെ മുന്നിലുണ്ട്. ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ കൃത്യമായി ഇതിനെ വിച്ഛേദിച്ചറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന പലരും ഷിയായിസത്തിന്റെ വക്താക്കളാണ്. പൂർണ്ണമായും അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്നില്ലെങ്കിലും അതിന്റെ ഏറ്റവും കടലായ മരണപ്പെട്ടവരോട് സഹായം തേടാനെന്ന പേരിൽ ഖബർ കെട്ടിപ്പൊക്കുന്ന ആ സമ്പ്രദായം ജൂത ക്രൈസ്തവരിൽ നിന്നും ഷിയാക്കൾ കടമെടുത്തു മുസ്ലിം സമുദായത്തിലേക്ക് പ്രചരിപ്പിച്ച ഏറ്റവും അതിക്രമമായ ഒരു ക്രൂരതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി.